നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ? ഉത്തരകോസലം എന്നൊരു രാജ്യമുണ്ട്. അയോധ്യയാണ് അതിന്റെ തലസ്ഥാനം. അവിടുത്തെ ധർമ്മിഷ്ഠനും നീതിമാനുമായ രാജാവാണ് ദശരഥ മഹാരാജാവ്. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ട്. പക്ഷേ കുട്ടികളില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏക വിഷമവും. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ പ്രാർത്ഥിക്കാത്ത ദേവന്മാരില്ല, നടത്താത്ത യാഗങ്ങളുമില്ല. അങ്ങനെയിരിക്കെ പുത്രസൗഭാഗ്യത്തിനായി പുത്രകാമേഷ്ടി യാഗം നടത്താൻ മഹാരാജാവ് തീരുമാനിച്ചു. ശാസ്ത്രവിധി പ്രകാരം ദശരഥ മഹാരാജാവ് യാഗം തുടങ്ങി. യാഗത്തിന്റെ മധ്യത്തിൽ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഒരു സ്വർണ്ണ പാത്രത്തിൽ പായസം നൽകി. പുത്രസൗഭാഗ്യത്തിന് ദേവകൾ ഉണ്ടാക്കിയ ദിവ്യപായസം. ദശരഥ മഹാരാജാവ് അത് വാങ്ങി 2 പകുത്ത് ഭാര്യമാരായ കൈകേയിക്കും കൗസല്യയ്ക്കും നൽകി. അപ്പോഴാണ് 3ാമത്തെ ഭാര്യ സുമിത്ര അവിടെ എത്തിയത്. കൈകേയിയും കൗസല്യയും തങ്ങളുടെ കയ്യിലെ പായസത്തിൽ നിന്ന് ഓരോ പങ്ക് സുമിത്രയ്ക്ക് നൽകി. അങ്ങനെ അവർ 3 പായസം കഴിച്ചു. താമസിയാതെ കുറച്ചു നാളുകൾക്കപ്പുറം 3 ഗർഭം ധരിച്ചു. കൗസല്യയുടെ പുത്രനായി മഹാവിഷ്ണുവിന്റെ അവതാരമായി രാമൻ പിറന്നു. കൈകേയിയുടെ പുത്രനായി ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നെന്നും 2 കുട്ടികളും. ദശരഥ മഹാരാജാവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച ദശരഥന് 4 പുത്രന്മാർ. ലക്ഷ്മണന് ശ്രീരാമനോടും ശത്രുഘ്നന് ഭരതനോടുമാണ് കൂടുതൽ കൂട്ട്. മിടുമിടുക്കന്മാരായ കുട്ടികൾ ഗുരുകുല വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് മിടുക്കന്മാരായ കുമാരന്മാരായി വളർന്നു. കഥയുടെ തുടർച്ച അടുത്ത ഭാഗത്തിൽ കേൾക്കാം. അതുവരേക്കും ഗുഡ് ബൈ.